ഒറ്റയ്ക്കു ഭർത്താവിനാൽ ഭരിക്കപ്പെടേണ്ടവളാണ് ഭാര്യ. ഭർത്താവിനെ ഭരിക്കുന്നവളല്ല. അല്ല, നിന്റെ കൺകണ്ട ദൈവം ഭർത്താവ് തന്നെയാണ്. അല്ലേ? ശിവനും പാർവതിയെ പോലെ അല്ലേ? ആ ഒരു ബന്ധം അവനവന്റെ മനസ്സിലുണ്ടല്ലേ? അല്ലേ? സന്താന ഭാഗ്യമില്ലേ? വേണ്ടേ? ആഗ്രഹിച്ചിട്ടില്ല. എത്ര കാലമായി വിവാഹത്തിന് ജീവിതം തുടങ്ങിയത് മാത്രമേ ഇല്ല. കാലം വൈകിട്ടാണെങ്കിലും കണക്കിലൊകരി ദൈവം പറയിപ്പിച്ചിട്ടുണ്ട്. കല്യാണം, മംഗളം, ശുഭം. ആഗ്രഹിച്ചിട്ട് ഉപരി തന്നിട്ടില്ലേ? ഇങ്ങനെ ആഗ്രഹിച്ചിനാ? എന്നാ നിന്റെ സൗന്ദര്യം കണ്ടിട്ടല്ല. നിന്റെ സൗന്ദര്യം കണ്ടിട്ടല്ല, നിന്റെ മനസ്സ് കണ്ടിട്ടാണ്. മറ്റൊന്നുമല്ല ആഗ്രഹിച്ചത്. പൊന്നോ മണോ ധനോ ദാനോ സമ്പത്തൊന്നല്ല വെറുതെ മനസ്സാ നോക്കിയത്. നിനക്ക് കൊടുക്കാനൊന്നുമില്ല. ഇല്ല, എന്റെ വീട്ടുകാർക്ക് കൊടുക്കാനൊന്നും ഇല്ല. അതൊന്നും വേണ്ട എന്നാ പറഞ്ഞിട്ട് ഇല്ല മതി എന്നാ പറഞ്ഞത്. ആരെന്ത് പറഞ്ഞാലും രണ്ട് ശരീരമാണെങ്കിലും മനസ്സൊന്നായിട്ട് ജീവിക്കണം. ഇതിലും ആര് വിളിച്ചാലും ശത്രുക്കളെ പോലെ നേരിടുന്ന മനസ്സാണ്. അവനവനോട് ജീവിക്കാൻ പറ്റില്ല. അവനവന്റെ കാര്യം രണ്ടാമതും മറ്റുള്ളവരുടെ കാര്യം ഒന്നാമതുമാണ്. അതുകൊണ്ട് കയ്യിൽ നിന്ന് ഒരുപാട് പോയിട്ടുണ്ട്, ഒന്നും തിരിച്ചു കിട്ടിയിട്ടില്ല. അതുപോലെ പോയിനെല്ലാം ഉണ്ട് ദൈവേ, നല്ല കയ്യിൽ എത്തിക്കണം. അല്ലേ? പറഞ്ഞത് എന്റെ ദൈവത്തോടാണ്. അല്ലേ? ദൈവം കൈവിടൂല. ഞാൻ മുൻപിൽ ബന്ധുവിനെ ശത്രുവിനെ ഉണ്ടാക്കി ആഗ്രഹിച്ചിരിക്കണകത്ത് നല്ലൊരു പടയ്ക്ക് ഞാൻ എത്തിച്ചു. എന്നെ കാണൂലേ? കാര്യങ്ങളെല്ലാം എന്നെ കാണൂലേ? എനിക്ക് മനസ്സിന് വില തീരെ കുറവാണ്. ചെറിയ കാര്യം മതി ഇതായിട്ട് കാണും. ഇപ്പം മനസ്സിന് വില കൂടുതലാണ്. അപകടിച്ചിട്ടുണ്ട്, പരിഹാസം കണ്ടിട്ടുണ്ട് ഒരുപാട്. ഇല്ലേ? കഴിഞ്ഞത് കഴിഞ്ഞു. അല്ലേ? കഴിഞ്ഞത് എന്തൊക്കെയാണെങ്കിൽ വരുന്നതിനൊക്കെ സ്വീകരിക്കുക, പോകുന്നതിനൊക്കെ ഉപേക്ഷിക്കുക. വന്നതിനോട്ട് അമിതമായി സന്തോഷിച്ചിട്ടോ പോയതിനോട്ട് അമിതമായി ദുഃഖിച്ചിട്ടൊന്നും കാര്യമില്ല. എല്ലാം ഒരു ശരിയാണ്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഒരു ജീവിതം പോകുന്ന സന്തോഷത്തിൽ ഞാൻ പറയും പടികൾ തരാം. ആഗ്രഹിച്ച പടികൾ താൻ ബാധി ദൈവം ബാധി എന്നല്ലേ പറയുന്നില്ല.